ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഹൽവ എന്നൊക്കെ എണ്ണത്തപ്പം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത്. ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. തയ്യാറായി വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം വേണം കേട്ടോ. പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നമ്മൾ കോക്കനട്ട് മിൽക്കിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. തേങ്ങയിലോട്ട് തന്നെ ഞാൻ 4 ഏലക്കായും ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൗഡർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ പാല് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചോറ് 1.5 കപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് റൈസ് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സിലോട്ട് ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരിട്ട് ആ മിക്സിലോട്ട് ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ കട്ടകട്ടയായി നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മിക്സിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഹൽവ സെറ്റായതിന് ശേഷം ഒഴിച്ച് കൊടുക്കാനുള്ള പാത്രം കൂടി റെഡിയാക്കി എടുക്കണം. ഇതുപോലെ ഒരു പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നെയ്യ് തടവി വെച്ചതാണ്. ഇത്രയും പരിപാടികൾ നമ്മൾ ആദ്യം ചെയ്തു വെക്കണം. അതിനുശേഷം ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂട് കട്ടിയുള്ള പാൻ എടുക്കാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്താലും മതി. ഇതിലോട്ട് 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. ഇനി ഈ പാനിലോട്ട് തന്നെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മളൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ താഴെ കട്ട പിടിക്കും. ഇനി കൈവിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് ഏലക്കയുടെയും ചെറിയ ജീരകത്തിൻ്റെയും പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ തേങ്ങയുടെ കൂടെ ചേർത്തത്. ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മിൽമയുടെ ഗീ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ ഗീ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യേണ്ടത്. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അത്രയും സമയം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടാൻ സാധ്യതയുണ്ട്. കയ്യിലൊന്നും ആവാതെ സൂക്ഷിക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ വീറ്റ് ഫ്ലോർ വെച്ചിട്ടും നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള 2 ഹൽവയുടെ റെസിപ്പി നേരത്തെ നമ്മൾ ചാനലിൽ
കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഗീ തടവി വെച്ച പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതിയാകും. അങ്ങനെ ഇതിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും അല്ലേ, അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഇത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ഹൽവയാണ് കേട്ടോ ഇത്. അത്രയും സോഫ്റ്റ് ഉള്ളൊരു ഹൽവയാണ്. എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.